2006 ഏപ്രിൽ മാസം 23-ാം തീയതി ഉച്ചയ്ക്ക് റിച്ചാർഡ്സൺ കുടുംബത്തിന്റെ ദുരന്തകരമായ മരണവാർത്തയെക്കുറിച്ച് പോലീസിന് ഒരു വിവരം ലഭിച്ചു. കുടുംബത്തിലെ 3 പേർ 12 വയസ്സുള്ള ജാസ്മിൻ റിച്ചാർഡ്സന്റെ കൈകളാൽ ജീവൻ നഷ്ടപ്പെട്ടു. വീട്ടിലെ മൂത്ത കുട്ടിയായിരുന്ന അവൾ തന്റെ 23 വയസ്സുള്ള ബോയ്ഫ്രണ്ടിനോടൊപ്പം ചേർന്ന് മാർക്ക് റിച്ചാർഡ്സൺ, ഡെബോറ റിച്ചാർഡ്സൺ കൂടാതെ വെറും 8 വയസ്സുള്ള ടൈലർ ജേക്കബ് റിച്ചാർഡ്സൺ എന്നിവരുടെ ജീവൻ കവർന്നു. ഇത്ര ചെറിയൊരു പെൺകുട്ടി ഇത്തരത്തിലുള്ള ക്രൂര പ്രവൃത്തി ചെയ്തത് നാട്ടുകാരെ മൊത്തം ഞെട്ടിപ്പിച്ചു. പക്ഷെ പലരും പിന്നീട് അവളുടെ പ്രായം കൂടിയ ബോയ്ഫ്രണ്ടായ ജെറമി സ്റ്റൈനിയിലേക്കാണ് ശ്രദ്ധ തിരിച്ചത്. ഈ കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ പദ്ധതിക്കാരൻ അവനാകാം എന്നാണ് പലരുടെയും വിശ്വാസം. റിച്ചാർഡ്സൺ കുടുംബം ഒരു സാധാരണ കനേഡിയൻ കുടുംബമായിരുന്നു. ദുർഭാഗ്യവശാൽ ഈ കുടുംബത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. കാരണം കുറ്റകൃത്യം നടന്ന സമയത്ത് ജാസ്മിൻ പ്രായപൂർത്തിയാക്കാത്ത കുട്ടിയായിരുന്നു. ഈ കുടുംബം മെഡിസിൻ ഹാറ്റ് നഗരത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ആ സമയത്ത് ഏകദേശം 63,000 പേർ താമസിച്ചിരുന്ന ഒരു ചെറിയ സമൂഹമായിരുന്നു അത്. എന്നാൽ കാനഡയിലെ ഏറ്റവും അപകടകരമായ 50 നഗരങ്ങളിൽ ഒന്നായി ഇതിനെ പരിഗണിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരാൻ ഒട്ടും അനുയോജ്യമല്ലാത്തൊരു സ്ഥലം കൂടിയായിരുന്നു അത്. ജാസ്മിൻ റിച്ചാർഡ്സൺ എപ്പോഴും താൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാണെന്ന് തോന്നിയിരുന്നു. അതിനാൽ അവൾ ഗോത്ത് ശൈലി സ്വീകരിച്ചു. സാധാരണയായി കറുത്ത വസ്ത്രങ്ങളും കനത്ത ഐലൈനറുകളും ഉപയോഗിച്ചു. അവൾക്ക് റോക്ക് പാട്ടുകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ് അവൾ തന്റെ ആദ്യ ബോയ്ഫ്രണ്ടിനെ പരിചയപ്പെട്ടത്. ജാസ്മിനെ കുറിച്ചുള്ള വിവരങ്ങൾ വിവിധ സോഴ്സുകളിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ചിലർ അവൾ എപ്പോഴും സന്തോഷവതിയും സൗഹൃദപരവുമായിരുന്നുവെന്നും പറയുന്നു. ബോയ്ഫ്രണ്ടിനെ കണ്ടുമുട്ടിയതിനു ശേഷമാണ് അവൾ ഇത്ര ക്രൂരമായ ഒരു പ്രവൃത്തിയിലേക്ക് മാറിയത് എന്നും പറയുന്നു. പക്ഷേ അവൾക്ക് മുൻപ് ഇത്തരം ജീവിതശൈലിയോട് താല്പര്യമില്ലെങ്കിൽ പിന്നെ അവൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള റോക്ക് ഷോകളിൽ പങ്കെടുത്തു എന്നുള്ളതും ഒരു ചോദ്യമാണ്. എന്തായാലും കുടുംബവും സുഹൃത്തുക്കളും ജാസ്മിനെ കുറിച്ച് നല്ല കാര്യമാണ് പറഞ്ഞത്. അവളുടെ മോശം പെരുമാറ്റത്തിന് കാരണം അവളുടെ പ്രായം കൂടിയ ബോയ്ഫ്രണ്ട് ആണെന്ന് പലരും കരുതുന്നു. ജെറമി സ്റ്റൈനെ കണ്ടുമുട്ടിയ സമയത്ത് ജാസ്മിൻ ഒരുപാട് ഓൺലൈൻ വാമ്പയർ സംബന്ധമായ ഫോറങ്ങളിലായിരുന്നു സമയം ചിലവഴിച്ചിരുന്നത്. അവൾക്ക് ഒക്കൾട്ട് വിഷയങ്ങളിലും ഇരുണ്ട ഭീകര സ്വഭാവമുള്ള കാര്യങ്ങളിലും വലിയ താല്പര്യമുണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ ഒരു സംഭവം 2006 നടന്നതാണ്. ഇതും നമ്മൾ ഓർക്കേണ്ടതാണ്. വാമ്പയേഴ്സും ഈ വെയർവൂൾഫുകളും ജനപ്രിയമായിരുന്ന ട്വിലൈറ്റ് കാലഘട്ടത്തിന്റെ ഒരു ഉച്ചകാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവൾ ഈ വാമ്പയേഴ്സും വെയർവൂൾഫുകളും സംബന്ധിച്ച കാര്യങ്ങളിൽ ആഴത്തിൽ ആകൃഷ്ടയായിരിക്കാം എന്നൊരു സാധ്യതയുമുണ്ട്. എന്നാൽ ഇതൊരു വെറും അനുമാനം മാത്രമാണ്. പക്ഷെ ജാസ്മിൻ പറയുന്നത് വരെയും നമുക്കിതൊന്നും ഉറപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് ഉറപ്പായി അറിയാവുന്നത് അവളുടെ ബോയ്ഫ്രണ്ട് ജെറമിയുടെ ജീവിതം അത് ജാസ്മിനേക്കാളും വളരെ സങ്കീർണമായിരുന്നു. ജാസ്മിന്റെ കുടുംബം വളരെ സ്ഥിരതയുള്ളതും സാധാരണമായതുമായിരുന്നു. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവൾ ഒരിക്കലും പരാതിപ്പെട്ടിരുന്നില്ല. അവളുടെ കുടുംബവും സുഹൃത്തുക്കളും പറയുന്നത് എല്ലാം സാധാരണമായിരുന്നു എന്നാണ്. പക്ഷെ ജെറമിയുടെ ബാല്യം അതിനേക്കാൾ വ്യത്യസ്തമായിരുന്നു. അവന്റെ അമ്മ ഗുരുതരമായ മദ്യാസക്തിയിലായിരുന്നു. ജീവിതത്തിലുണ്ടായ സംഭവങ്ങളിൽ അവൾ വളരെ അസന്തുഷ്ടയായിരുന്നു. ജെറമിയുടെ അച്ഛനുമായി വേർപിരിഞ്ഞ ശേഷം അവൾ വീണ്ടും മറ്റൊരു പുരുഷനുമായി ബന്ധത്തിലേർപ്പെട്ടു. എന്നാൽ ആ പുതിയ പങ്കാളി ജെറമിയെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഇത് ജെറമിയെ ഒരു ഇരുണ്ട വഴിയിലേക്ക് തന്നെ നയിച്ചു. ഈ ദുരിതം വീട്ടിൽ മാത്രമല്ല സ്കൂളിലും തുടരുകയായിരുന്നു. സഹപാഠികൾ പലരും അവനെ ടോർച്ചർ ചെയ്യാനും അപമാനിക്കാനും തുടങ്ങി. ജെറമിക്ക് എവിടെയും രക്ഷയില്ലായിരുന്നു. ജാസ്മിനെ കണ്ടുമുട്ടുമ്പോഴേക്കും ജെറമി കുറഞ്ഞത് ഒരിക്കലെങ്കിലും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം 13-ാം വയസ്സ് മുതൽ ജെറമിയുടെ മാനസികാവസ്ഥ കൂടുതൽ തകരാറിലായി. താൻ 300 വർഷം പ്രായമുള്ള ഒരു വെയർവൂൾഫാണെന്ന വിശ്വാസം അവൻ വളർത്തി. കഴുത്തിൽ ഒരു രക്തക്കുപ്പി ധരിക്കാൻ തുടങ്ങി. പക്ഷെ ആ രക്തം എവിടെ നിന്നാണ് വന്നതെന്ന് ആരും അറിഞ്ഞില്ല. ജെറമിയും ജാസ്മിനും ഒരു റോക്ക് ഷോയിലാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു റിലേഷൻഷിപ്പ് ആരംഭിച്ചു. എന്നാൽ ജാസ്മിന്റെ മാതാപിതാക്കൾ ഈ ബന്ധത്തെ ഒരിക്കലും അംഗീകരിച്ചില്ല. കാര്യങ്ങൾ അത്രയും ഗുരുതരമായി വളർന്നു. അവർ ജാസ്മിനെ ജെറമിയെ കാണുന്നതിൽ നിന്നും പൂർണ്ണമായും വിലക്കി. പക്ഷെ അതൊരു മരണകാരിയായ പിഴവായി മാറി. ജാസ്മിന്റെ മാതാപിതാക്കൾ അവർ തമ്മിലുള്ള ഒരു ബന്ധം നിരോധിച്ചതിന് ശേഷം ജെറമിയും ജാസ്മിനും ഒരുമിച്ച് കഴിയാൻ പല വഴികൾ ആലോചിക്കാൻ തുടങ്ങി. അവർ പരസ്പരം അധിക പ്രണയത്തിലാണെന്ന് അവകാശപ്പെട്ടു. അവളുടെ മാതാപിതാക്കളുടെ ഈ തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ജെറമി വളരെ ദേഷ്യപ്പെട്ടു. 2006 ഏപ്രിൽ മാസം 3-ന് അവൻ സോഷ്യൽ മീഡിയയിൽ ആശങ്കാജനകമായ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. എൻ്റെ പ്രണയിയുടെ മാതാപിതാക്കൾ വളരെ അന്യായമാണ്. അവർക്ക് ഞങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. അവർ തെറ്റായി ധരിക്കുന്നു.
അവരുടെ കഴുത്ത് ഞാൻ ഒടുവിൽ അറുക്കും. അവരുടെ രക്തം തന്നെയാണ് വില. ഈ ഒരു സന്ദേശം നോക്കുമ്പോൾ ജാസ്മിന്റെ മാതാപിതാക്കളെ കൊല്ലാനുള്ള ഒരു വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നുവെന്ന് തോന്നിപ്പോകും. പക്ഷെ പോലീസ് പറഞ്ഞത് ഈ പദ്ധതിയുടെ യഥാർത്ഥ രൂപകർത്താവ് ജെറമി അല്ലായിരുന്നേക്കാമെന്നാണ്. അവരുടെ കൈവശമുള്ള ടെക്സ്റ്റ് മെസ്സേജുകൾ പ്രകാരം ആദ്യം ഈ ആശയം മുന്നോട്ട് വെച്ചത് ജാസ്മിൻ തന്നെയായിരുന്നു. ഒരു സന്ദേശത്തിൽ ജാസ്മിൻ പറയുന്നത്, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ ഒരു പദ്ധതിയുണ്ട്. അത് ഞാൻ അവരെ കൊല്ലുന്നതിൽ തുടങ്ങുകയും ഞാൻ നിനക്കൊപ്പം ജീവിക്കുന്നതിൽ അവസാനിക്കുകയും ചെയ്യും. ഇതിന് ജെറമി മറുപടി നൽകിയത് ഇങ്ങനെയാണ്: നിന്റെ പദ്ധതി എനിക്കിഷ്ടമാണ്, പക്ഷെ നമ്മൾ കുറച്ചുകൂടെ പദ്ധതി ഇടണമെന്ന്. ഇതിനുശേഷം ജാസ്മിൻ സ്കൂളിലെ സുഹൃത്തുക്കളോടും തൻ്റെ പദ്ധതി തുറന്നു പറയാൻ തുടങ്ങി. അവളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അറിയാമായിരുന്നുവെങ്കിലും ആരും ഇത് സത്യമായിരിക്കുമെന്ന് വിശ്വസിച്ചില്ല. പോലീസ് പറയുന്നതനുസരിച്ച് എല്ലാവരും അത് തമാശയായിട്ടായിരുന്നു കരുതിയത്. റിപ്പോർട്ടുകൾ പ്രകാരം ആക്രമണത്തിന് മുമ്പത്തെ രാത്രിയിൽ അവർ ഇരുവരും കൂടിക്കാഴ്ച നടത്തി ഒരു സിനിമ കാണാൻ തീരുമാനിച്ചു. ജാസ്മിന്റെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അവരെങ്ങനെ കണ്ടുമുട്ടി എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമല്ല. എന്നാൽ 1994 നാച്ചുറൽ ബോൺ കില്ലേഴ്സ് എന്ന സിനിമ അവർ ഒരുമിച്ച് കണ്ടുവെന്നാണ് റിപ്പോർട്ട്. പിന്നീട് അവർ ആ വൈകുന്നേരം തിരികെ വീട്ടിലേക്ക് പോയി. 2006 ഏപ്രിൽ മാസം 23 ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോടെ റിച്ചാർഡ്സൺ കുടുംബത്തിലെ 3 പേരുടെയും മൃതദേഹം അവരുടെ വീടിന്റെ ബേസ്മെന്റിൽ കണ്ടെത്തി. ഈ സംഭവം പുറത്തു വന്നത് ഒരു ചെറിയ 8 വയസ്സുള്ള കുട്ടി ടൈലർ ജേക്കബ് റിച്ചാർഡ്സണുമായി കളിക്കാൻ വീട്ടിലെത്തിയപ്പോഴായിരുന്നു. അവൻ ജനാലയിലൂടെ നോക്കിയപ്പോൾ ബേസ്മെന്റിൽ ഒരു മൃതദേഹം കണ്ടു. ഉടൻ തന്നെ വീട്ടിലേക്ക് ഓടി തന്റെ അമ്മയോട് പറഞ്ഞു. തുടർന്നവർ പോലീസിനെ വിളിച്ചു. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഒരു പോലീസ് ഓഫീസർ സ്ഥലത്തെത്തി. ജനാലയിലൂടെ നോക്കിയപ്പോൾ കുറഞ്ഞത് ഒരു മൃതദേഹം അവിടെ ഉണ്ടെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. ഉടൻ തന്നെ ബാക്കപ്പിനെ വിളിച്ചു. കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. പക്ഷേ അപ്പോൾ തന്നെ ഏറെ വൈകിയിരുന്നു. വീട്ടിലുണ്ടായിരുന്നവരെല്ലാവരും ഇതിനകം തന്നെ മരണപ്പെട്ടിരുന്നു. അതിശയകരമായി ജാസ്മിന്റെ മൃതദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. ആദ്യം പോലീസ് കരുതിയത് അവളും ഒരു ഇരയായിരിക്കാമെന്നാണ്. അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിരിക്കാമെന്ന് കരുതി. പക്ഷെ പിന്നീട് അവർ മനസ്സിലാക്കിയ സത്യം അതിലും ഭീകരമായിരുന്നു. പോലീസ് ജാസ്മിനെയും ജെറമിയെയും കണ്ടെത്താൻ തിരച്ചിൽ ആരംഭിച്ചു. അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഡെബോറ റിച്ചാർഡ്സനെ കുറഞ്ഞത് 12 തവണയെങ്കിലും കത്തി കൊണ്ട് കുത്തിയിരിക്കാം. അതിനുശേഷം മാർക്ക് റിച്ചാർഡ്സനെ ആക്രമിച്ചു. അദ്ദേഹം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും 2 ആക്രമികളെ ചെറുക്കുന്നതിന് അത് മതിയായിരുന്നില്ല. ശേഷം പോലീസ് മുകളിലെ നിലയിലേക്ക് പോയപ്പോൾ കിടക്കയിൽ കിടക്കുന്ന നിലയിൽ ടൈലർ ജേക്കബിന്റെ മൃതദേഹം കണ്ടെത്തി. ജാസ്മിന്റെ വസ്തുക്കൾ പരിശോധിച്ചപ്പോൾ അവൾ ഇരയല്ല, മറിച്ച് പ്രധാന പ്രതിയാണെന്ന് പോലീസ് മനസ്സിലാക്കി. 24 മണിക്കൂറിനുള്ളിൽ തന്നെ ജാസ്മിനെയും ജെറമിയെയും പോലീസ് കണ്ടെത്തി. ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണത്തിന് വലിയ സഹായകമായി. അവർ തമ്മിൽ കൈമാറി ഇമെയിലുകൾ പരിശോധിച്ചപ്പോൾ ജെറമിയും കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് വ്യക്തമായി. രണ്ടുപേരെയും ജെറമിയുടെ ട്രക്കിനുള്ളിൽ കണ്ടെത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ചില സാക്ഷികൾ പറയുന്നത് അവർ ആരെയൊക്കെയോ കൊല്ലുന്നതിനെ കുറിച്ച് പദ്ധതിയിട്ടിരുന്നു, അത് തങ്ങൾ കേട്ടിരുന്നു എന്ന്. ജാസ്മിനെ ചോദ്യം ചെയ്തപ്പോൾ തനിക്കും ഈ കുറ്റത്തിനും യാതൊരു പങ്കുമില്ല എന്നവൾ പറഞ്ഞു. പക്ഷെ തെളിവുകൾ പ്രകാരം ജെറമി ജാസ്മിന്റെ മാതാപിതാക്കളെ കൊന്നപ്പോൾ ജാസ്മിൻ മുകളിലേക്ക് പോയി തന്റെ ഇളയ സഹോദരനെ കൊന്നുവെന്ന് കണ്ടെത്തി. അവസാനം ഇരുവരും ഈ കുറ്റകൃത്യത്തിൽ തുല്യ പങ്കാളികളാണെന്ന് പോലീസ് കണ്ടെത്തി. പിന്നീട് അവരെ കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ജാസ്മിൻ എല്ലാ കുറ്റങ്ങളും നിഷേധിച്ചു. കുടുംബത്തെ കൊല്ലുന്നതിനെ കുറിച്ചുള്ള അവളുടെ ഈ സംഭാഷണങ്ങൾ വെറും സാങ്കല്പികമായിരുന്നു, അത് നടപ്പിലാക്കാൻ താൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞു. പക്ഷെ തെളിവുകൾ മറ്റൊരു സത്യമാണ് കാണിച്ചത്. വിചാരണ അവസാനിച്ചപ്പോൾ ജൂറി അവളെ എല്ലാ കുറ്റങ്ങളിലും കുറ്റക്കാരിയാക്കി. എന്നാൽ അവൾക്ക് അപ്പോൾ വെറും 12 വയസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജീവപര്യന്തം തടവ് അവൾക്ക് നൽകാൻ കഴിഞ്ഞില്ല. പരമാവധി ശിക്ഷയായ 6 വർഷത്തെ തടവും അതിനുശേഷം 4 വർഷം സമൂഹ നിരീക്ഷണവും വിധിച്ചു. വർഷങ്ങൾക്ക് ശേഷം 2008 ജെറമിയെയും കോടതിയിൽ ഹാജരാക്കി. അവനും എല്ലാ കുറ്റങ്ങളിലും കുറ്റക്കാരനായി കണ്ടെത്തി. ജാസ്മിനേക്കാൾ 11 വർഷത്തെ പ്രായം കൂടുതലായതിനാൽ അവന്റെ ശിക്ഷ കൂടുതൽ കടുത്തതായിരുന്നു. ജെറമിക്ക് 25 വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചത്. അതിനുശേഷം മാത്രമേ പരോളിന് അപേക്ഷിക്കാനാകൂ. എന്നാൽ അവൻ ജീവിതകാലം മുഴുവനും ജയിലിൽ തന്നെ തുടരാൻ സാധ്യത കൂടുതലാണെന്നാണ് കരുതപ്പെടുന്നത്. ജയിൽവാസത്തിനിടയിലും ജെറമിയും ജാസ്മിനും പരസ്പരം കത്തുകൾ എഴുതി. അതിശയകരമായി ആ കത്തിൽ ഒരിക്കൽ പോലും അവർ ചെയ്ത കാര്യങ്ങളോടുള്ള പശ്ചാത്താപം പ്രകടിപ്പിച്ചില്ല. പകരം അവർ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് കൂടുതൽ എഴുതി. ജയിൽ വിട്ട ശേഷം വിവാഹം കഴിക്കാമെന്ന പ്രതീക്ഷയും അവർ പങ്കുവച്ചു. ജയിൽവാസത്തിനിടെ ജാസ്മിന് കഠിനമായ മാനസിക ചികിത്സ ലഭിച്ചു. അവളെ പുറത്തുള്ള ലോകത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും അധികൃതർ നടത്തി. അവൾക്ക് സ്ഥിരമായ സൈക്കാട്രിക് വിലയിരുത്തലുകൾ നടത്തി. പുറത്തുള്ള ജീവിതം കൈകാര്യം ചെയ്യാൻ അവൾ യോഗ്യയാണോ എന്ന് പരിശോധിക്കാം. 2016 ഈ റിസൾട്ട് എല്ലാവരെയും അമ്പരപ്പിച്ചു. അവൾ വളരെ പോസിറ്റീവായ പുരോഗതിയാണ് കാണിച്ചത്.
കാലക്രമേണ ജാസ്മിൻ തന്റെ പ്രവർത്തികളോട് യഥാർത്ഥ പശ്ചാത്താപം പ്രകടിപ്പിക്കാൻ തുടങ്ങി. കുടുംബത്തിന് സംഭവിച്ച കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അവൾ മനസ്സിലാക്കിയപ്പോൾ തന്റെ തെറ്റുകൾക്കായി ക്ഷമ ചോദിക്കുകയും നല്ല ജീവിതം നയിക്കാൻ ശ്രമിക്കും എന്നവൾ തീരുമാനിച്ചു. 2016ഓടെ നിരവധി മാനസികാരോഗ്യ വിദഗ്ധർ അവൾ യഥാർത്ഥത്തിൽ പശ്ചാത്താപം ഉള്ളവളാണെന്നും ജീവിതം തിരുത്താൻ ആഗ്രഹിക്കുന്നുവെന്നും വ്യക്തമാക്കി. അങ്ങനെ 22 വയസ്സുള്ളപ്പോൾ, അതായത് കുറ്റകൃത്യം നടന്ന സമയത്ത് ജെറമിയുടെ പ്രായം 23 ആയിരുന്നു. അതിൽ നിന്നും 1 വയസ്സ് കുറവ് 22 വയസ്സുള്ളപ്പോൾ ജാസ്മിൻ കസ്റ്റഡിയിൽ നിന്നും മോചിതയായി. അവളുടെ ശിക്ഷാവിധി അവസാനിക്കുമ്പോൾ പ്രൊബേഷൻ ഓഫീസർ പറഞ്ഞത്, നീ ചെയ്ത തെറ്റുകൾക്കായി പ്രായശ്ചിത്തം ചെയ്യാനുള്ള ആഗ്രഹം നിന്റെ പെരുമാറ്റത്തിലൂടെ നീ തെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞതൊന്നും മാറ്റാൻ കഴിയില്ല, പക്ഷെ നീ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഓരോ ദിവസവും നീ തന്നെ തീരുമാനിക്കണം. ഈ സംഭവത്തിന്റെ ഒരു മോറൽ അത് വളരെ ഗൗരവമുള്ളതാണ്. ഇതൊരു സാധാരണ കുറ്റകൃത്യമല്ല, മറിച്ച് പല മുന്നറിയിപ്പുകളും നൽകുന്ന ഒരു സംഭവമാണ്. ഒന്നാമത്തേത്, തെറ്റായ സ്വാധീനം ജീവിതം തകർക്കും. ജാസ്മിനും ജെറമിയും തമ്മിലുള്ള ബന്ധം ആരോഗ്യകരമായിരുന്നില്ല. തെറ്റായ ആളുകളുടെ സ്വാധീനം, അതും പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ, ജീവിതത്തെ അപകടകരമായ വഴിയിലേക്ക് നയിക്കും. രണ്ടാമത്തെ കാര്യം, മാനസികാരോഗ്യം അതൊരിക്കലും അവഗണിക്കരുത്. ജെറമിയുടെ ബാല്യത്തിലെ പീഡനങ്ങളും മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിരുന്നെങ്കിൽ സംഭവങ്ങൾ ഒരുപക്ഷെ മാറിയനെയായിരുന്നു. മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകേണ്ടതും അനിവാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഇത് തമാശയാണ് എന്നൊന്നും പറഞ്ഞ് അവഗണിക്കരുത്. ജാസ്മിൻ തൻ്റെ പദ്ധതി സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ ആരും അത് ഗൗരവത്തിലെടുത്തില്ല. അപകടകരമായ ആശയങ്ങൾ അതെത്ര ചെറുതായി തോന്നിയാലും അവർ ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം, മാതാപിതാക്കളുടെ നിയന്ത്രണവും ആശയവിനിമയവും. ഇങ്ങനെയുള്ള കഠിനമായ നിയന്ത്രണങ്ങൾ ചെലുത്തുമ്പോൾ ചിലപ്പോൾ അത് തിരിച്ചടിയായി മാറും. ഒരു തുറന്ന കമ്മ്യൂണിക്കേഷനും വിശ്വാസവും ഒക്കെ കുട്ടികളുമായി വളർത്തിയെടുക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. അഞ്ചാമത്തെ കാര്യം, ഒരു തെറ്റായ തീരുമാനം പല ജീവിതങ്ങളെ നശിപ്പിക്കും. ജയിൽ ശിക്ഷ കഴിഞ്ഞാലും അതിൻ്റെ ഭാരം ജീവിതം മുഴുവനും തുടരും. അവസാനമായി പറയേണ്ടത്, ചെറിയ തീരുമാനങ്ങളും തെറ്റായ ബന്ധങ്ങളും ശ്രദ്ധിക്കാത്ത മാനസിക പ്രശ്നങ്ങളും ഇവ ഒത്തുചേരുമ്പോൾ വലിയ ദുരന്തങ്ങളായി മാറും. ജീവിതത്തിൽ ശരിയായ വഴിയും ശരിയായ ആളുകളെയും തിരഞ്ഞെടുക്കുന്നത് അത്യന്തം പ്രധാനമാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ പറയുക. വളരെ വ്യത്യസ്തമായ ഇങ്ങനെയുള്ള കേസുകളെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.